പകരം ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴത്തോട്ടത്തിലാണ്. ഇതുണ്ടോ കൊലയ്ക്കാറായതോ. ഇത് രണ്ടും ഒരു മൂട്ട തന്നെ 2 കൊല വിത്തുണ്ട്. ഇത് കൊലയ്ക്കാറായി വരുന്നതാണ്. കൊലച്ച വാഴകളുമുണ്ട്. ഇതൊക്കെ കൊല വെട്ടിയതിൻ്റെ തൈകളാണ് കേട്ടോ. ഒരു നല്ല വാഴ കൊല വരുന്നുണ്ട്. നല്ല നീളമുള്ള കൊലയാ അല്ലേ, 10 പടലയിലും കാണും. ഇതാണ് വേറൊരു വാഴക്കൊല. ഇത് വേറൊന്ന്. ഫസ്റ്റ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കൊല. ഇതിനൊരു 15 പടലയുണ്ട്. ഇതൊരു മൂത്ത് വരുമ്പോഴത്തേനും 50 കിലോയുടെ മീതെ തൂക്കം വരും. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരിനമാണ് റൊബേസ്റ്റ എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരിനമായിട്ട് ഇതിനെ കരുതാം അല്ലേ. വലിയ കേടില്ല, നാക്കടപ്പില്ല. റൊബേസ്റ്റ പൊക്കം കുറഞ്ഞ ഇനമായതുകൊണ്ട് തന്നെ നമുക്കതിനെ മുട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പരിരക്ഷിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമാണ്. വലിയ കമ്പൊന്നും അന്വേഷിച്ച് പോകണ്ട. അതുപോലെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയും കുറവാണ്. ഒരു മുട്ട തന്നെ 2 എണ്ണം ഉണ്ടെങ്കിൽ പോലും 2 കൂടെ പിടിച്ചിട്ട് നിർത്തിയാൽ പെട്ടെന്ന് പോവില്ല. 2 അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിന്നോളും, കാറ്റ് പിടിക്കാതെ. പതിയെ ആയി വരുന്നതേ ഉള്ളൂ. താമസിച്ച് മൂപ്പ് കുറഞ്ഞ വിത്തായിരുന്നിരിക്കണം. താമസിച്ചാണ് പയ്യാണ് വളർന്നു വരുന്നത്. ആദ്യത്തെ കൊലകളൊക്കെ മൂത്ത് വന്ന് 1-2 ആഴ്ച കൊണ്ട് വെട്ടാറാകും. അപ്പോഴത്തേനുമാണ് ഇതിന് നോക്കി ഒരു വളർച്ചയും ആയിട്ടില്ല, ഒരുമിച്ച് നട്ടതാണെങ്കിൽ പോലും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മൊത്തം ഈ വാഴത്തോട്ടത്തിൽ വന്നപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.